മേഘന, പ്രവർത്തകർക്ക് വലിയ ആത്മവിശ്വാസം നൽകുന്ന വാക്കുകളാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. അവിടെ നിന്ന് ആളുകൾ ഈ സംവാദത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. അവർക്ക് എത്രത്തോളം ആവേശം നൽകുന്നതാണ് പ്രധാനമന്ത്രിയുടെ വാക്കുകൾ? ഇതിന് വലിയ ആവേശവും ആത്മവിശ്വാസവുമാണ് മോദിയുടെ വാക്കുകൾ പ്രവർത്തകരിലേക്ക് എത്തിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്നും അതുപോലെ തന്നെ BJP സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ നിന്നും വ്യക്തമാകുന്നത്. അതിൽ കഴിഞ്ഞ ദിവസമാണ് മോദി കേരളത്തിലെത്തി മടങ്ങിയത്. ഇനി ഏപ്രിൽ 4-ാം തീയതി വീണ്ടും കേരളത്തിലേക്ക് വരാനിരിക്കുന്നു. അതിനിടയിലാണ് ഇത്തരത്തിൽ ബൂത്ത് തലത്തിലുള്ള പ്രചരണ പരിപാടിയുമായി നരേന്ദ്രമോദി ഓൺലൈനിലൂടെ പ്രവർത്തകരുമായും അതുപോലെ തന്നെ സാധാരണ ബൂത്ത് തലത്തിലുള്ള ആളുകളുമായും സംവദിക്കുന്നത് എന്നുള്ളതാണ്. അതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നതും BJPയുടെ മുൻ കേന്ദ്രമന്ത്രിയായിട്ടുള്ള പ്രകാശ് ജാവദേക്കർ, അതുപോലെ തന്നെ മേയർ VV രാജേഷ്, സംസ്ഥാന കമ്മിറ്റി ഭാരവാഹികൾ അടക്കമുള്ളവർ ഈ സംവാദം നമോ ആപ്പിലൂടെ നടക്കുന്ന ഈ സംവാദ പരിപാടി കാണാനായി സംസ്ഥാന കമ്മിറ്റി ഓഫീസിലേക്ക് എത്തിയിട്ടുണ്ട്. അവർ തത്സമയം ഈ സംവാദ പരിപാടി കേൾക്കുന്ന ദൃശ്യങ്ങളടക്കം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെ ഇതിൽ പ്രധാനമായും ഈ തിരുവനന്തപുരത്തിനെ ഒരു മാതൃകയാക്കണം, അതുപോലെ തന്നെ UDF-നെയും LDF-നെയും മാത്രമേ ഈ കേരളത്തിലെ ജനങ്ങൾ സ്വീകരിക്കൂ എന്നുള്ളൊരു ധാരണയ്ക്ക് മാറ്റം വന്നിട്ടുണ്ട്. അത് തിരുവനന്തപുരം മാതൃകയാണ്. തിരുവനന്തപുരത്തെ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് അടക്കം അതിലൊരു മാതൃകയാണ് എന്ന് മോദി പറഞ്ഞു. അത് വലിയ കയ്യടികളോടെ കൂടിയാണ് പ്രവർത്തകരും അതുപോലെ തന്നെ BJP സംസ്ഥാന ഭാരവാഹികളടക്കം സ്വീകരിച്ചത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ പലതരത്തിലും ഈ എങ്ങനെയാണ് ആളുകൾ വീടുകളിലേക്ക് പ്രചരണത്തിനായി എത്തുമ്പോൾ എന്താണ് ആളുകൾ BJPയോട് ആവശ്യപ്പെടുന്നത് എന്നടക്കമുള്ള ചോദ്യങ്ങൾ മോദി പ്രവർത്തകരോട് ചോദിച്ചു. അപ്പോൾ എന്തൊക്കെയാണ് അവരുടെ ആവശ്യങ്ങൾ, എന്തൊക്കെയാണ് അവർ BJPയോട് ആവശ്യപ്പെടുന്നത് എന്നടക്കമുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്ന നരേന്ദ്രമോദിയെ കണ്ടു. അങ്ങനെ അതിന് ഉത്തരം പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു സംവാദ പരിപാടിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമോ ആപ്പിലൂടെയാണ് ഈ പരിപാടി നടക്കുന്നത്. അതുപോലെ തന്നെ മേരാ ബൂത്ത് സബ്സെ മജ്ബൂത് എന്നാണ് ഈ സംവാദ പരിപാടിക്ക് പേര്. തിരുവനന്തപുരത്ത് മേഘന മുരളിയാണ് വിവരങ്ങൾ നൽകിയത്. ബൂത്ത് തല BJP പ്രവർത്തകരുമായി സംവദിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.